ഈ തപസ് എന്ന പ്രയോഗത്തിനെ കുറിച്ചൊരു സംശയമുണ്ട്. ഈ തപസ് എന്ന് പറയുമ്പോൾ ഏകാഗ്രമായി ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ഒരു തപസ്സാകും ആണ്. അപ്പോൾ ആ നിലയിൽ പറയുമ്പോൾ ന്യൂട്ടൺ താപസനായിരുന്നു, ഐൻസ്റ്റീൻ താപസനായിരുന്നു, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ തിയറികൾ എഴുതിയുണ്ടാക്കിയ, തത്വങ്ങൾ എഴുതിയുണ്ടാക്കിയ, സിദ്ധാന്തങ്ങൾ എഴുതിയുണ്ടാക്കിയ നീൽ ബോർ താപസനായിരുന്നു, ഷ്രൂഡിംഗർ താപസനായിരുന്നു. അവരതിൽ തന്നെ അവരുടെ സർവശക്തിയും ചിന്തയുടെ സർവശക്തികളും അതിനുവേണ്ടി മാത്രം അവരെ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ശാസ്ത്രത്തിലെ തത്വങ്ങൾ, അതായത് ഈ ദൃശ്യമായ പ്രപഞ്ചത്തെ പ്രവർത്തിക്കുന്ന അദൃശ്യമായ ശക്തികളെക്കുറിച്ചുള്ള നിരന്തരമായ ധ്യാനത്തിനും ചിന്തയ്ക്കും മനനത്തിനും നിധിധ്യാസത്തിനും അവർ വിനിയോഗിച്ചു. അവർക്ക് ആ സമയത്ത് വരെ എന്തെല്ലാം വിനോദകരങ്ങളായ കാര്യങ്ങൾ ചെയ്തു നടക്കാൻ മറ്റുള്ള ആളുകൾ ചെയ്ത് നടന്നതുപോലെ. അതുകൊണ്ട് ഏതു കാര്യത്തിൽ ഒരു വ്യക്തി തൻ്റെ സർവേന്ദ്രിയങ്ങളുടെയും ശക്തിയെ ഹോമിക്കുന്നുവോ അതെല്ലാം തപസ്സായിട്ട് മാറും. അല്ല, തപസ്സെന്നുള്ളത് കേവലം ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രമുള്ള, അല്ലെങ്കിൽ ഈശ്വരഭക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ ഈശ്വര സേവനത്തിന് വേണ്ടിയുള്ള യത്നം മാത്രമല്ല, നിരന്തരമായ യത്നം മാത്രമല്ല തപസ്. ഏത് വിഷയത്തെ സംബന്ധിച്ച് ഒരാൾ ഏകാഗ്രമായ ചിന്തയ്ക്ക് ഏത് വിഷയത്തെ സംബന്ധിച്ച് തയ്യാറായാലും അതിൻ്റെ പേര് തപസ്സെന്നാണ്. തപ്യതി ഇന്ദ്രിയാൻ തപ്യതി. അത് പക്ഷേ ലോകോപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി ആവണമെന്നുണ്ടോ ഈ ഏകാഗ്രമായി ചിന്തിക്കുക എന്ന് പറയുമ്പോൾ? ഉണ്ട്. അതിനകത്ത് ആറ്റം ബോംബ് കണ്ടുപിടിക്കാൻ പാടില്ല. ആറ്റം ബോംബ് കണ്ടുപിടിക്കുന്നിടത്ത് ശാസ്ത്രം പരാജയപ്പെട്ടു. ഒരു ജനതയുടെ സാംസ്കാരിക ചരിത്രം മുഴുവനും അവിടെ ഹോമിക്കപ്പെട്ടു. മാരകായുധങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ്റെ ധനശേഷിയെയും മനുഷ്യൻ്റെ ധൈഷണികമായ ശേഷിയെയും മനുഷ്യൻ്റെ യത്നശേഷിയെയും എപ്പോൾ കുരുതിയിടിക്കുന്നുവോ അവിടെ മാനവരാശി പരാജയപ്പെടുന്നു. ഇത് ചെയ്യുന്നത് 1-2 വ്യക്തികളായിരിക്കും. ഈ 1-2 വ്യക്തികൾ അവരുടെ പ്രമാദപരമായ ധൈഷണികമായ വ്യതിയാനം കൊണ്ട് മാനവരാശിയുടെ സംസ്കാരത്തെയാണ് ഹോമിക്കുന്നത്. അതുകൊണ്ട് അത് ലോകോപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ തപസ് ചെയ്യാവൂന്നുണ്ട്. ലോകോപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ശംഭൂകൻ തപസ് ചെയ്തത് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ശംഭൂകനെ വധിക്കേണ്ടി വന്നത്. അത്തരം തപസ്സുകൾ ഒരിക്കലും രാജാവ് അംഗീകരിക്കാൻ പാടില്ല.